ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്തൻ. ഭാഗം 1823. ഇന്ന് ഡിസംബർ മാസം 27-ാം തീയതി. ഈ ആണ്ടിലെ 362-ാമത്തെ ദിവസത്തിലെത്തി. ഇനി 4 ദിവസങ്ങൾ കൂടിയാണ് ഈ ആണ്ട് അവസാനിക്കാനായിട്ട് അവശേഷിച്ചിരിക്കുന്നത്. സുറിയാനി സഭയെ സംബന്ധിച്ച് ഇന്ന് ശിശുവധ പെരുന്നാളാണ്. ഓർക്കാനും പറയാനും ഏതൊരാളും അധികം ഭാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. കൊല്ലപ്പെട്ട അനേക കുഞ്ഞുങ്ങളെ ആദരവോടെ ഓർക്കുകയാണ്. അതെ, പൈതങ്ങളായ സഹോദരന്മാരെ കുറിച്ച് തന്നെയാണ്. ക്രിസ്തുയേശുവിനെ കൊന്നുകളയാനായിട്ട് ഹെറോദോസ് രാജാവിന്റെ നിശ്ചയവും പുറപ്പെടുവിച്ച കൽപ്പനയുടെയും അനന്തരഫലമാണ്. കൃത്യമായി കണ്ടെത്താൻ പറ്റാത്തതിനാല് ആ രാജാവിന്റെ അധികാരം കുറെ കൂടി വിശാലമാകുകയാണ്. 2 വയസ്സിൽ താഴെയുള്ള ആ ദേശത്തെയും പുറത്തെയും മുഴുവൻ കുഞ്ഞുങ്ങളെയും കൊന്നുകളയുകയാണ്. ആൺകുട്ടികളെ കൊന്നുകളയാൻ വേണ്ടിയിട്ടാണ് കൽപ്പന. എല്ലാവരും ശരിക്കും രക്തസാക്ഷികളായിട്ടുണ്ടാവും. 2 വയസ്സിൽ താഴെ നിന്ന് പറയുമ്പോൾ ഈ കൊലയ്ക്ക് പോകുന്ന ഭടന്മാർക്ക് രാജകൽപ്പന അതിനോട് മാത്രമാണല്ലോ കൂറും വിധേയത്വമൊക്കെ ഉള്ളത്. കണ്ണിൽ കണ്ട മുഴുവൻ കുഞ്ഞുങ്ങളെയും അവർ നിഷ്ഠൂരം വധിച്ചിട്ടുണ്ട്. ഖലീൽ ജിബ്രാൻ ഇങ്ങനെ എഴുതുന്നുണ്ട്: ബേത്ലഹേമിൽ നിന്ന് വീശുന്ന കാറ്റിന്, അന്നത്തെ കാറ്റിന് മഞ്ഞിൽ കുതിർന്ന മുലപ്പാലിന്റെയും ഇളം രക്തത്തിന്റെയും ഗന്ധമുണ്ടെന്ന്. കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്ക രക്തത്തിൽ കുതിർന്ന ബേത്ലഹേമിൽ നിന്ന് തിരുകുടുംബം, പരിശുദ്ധ അമ്മ മറിയവും നീതിമാനായ യൗസേപ്പ് പിതാവും യേശുക്കുഞ്ഞും പലായനം ചെയ്തതിന്റെ ഓർമ്മ കൂടിയാണ് നമ്മൾ ഈ ദിനങ്ങളിലൂടെയെല്ലാം ശരിക്കും കൊണ്ടാടുന്നത്. ക്രിസ്തുയേശു തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ടല്ലോ വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി തന്നെ ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. ഞാൻ നിങ്ങളുമൊക്കെ ക്രിസ്തുവില് ജീവിക്കുന്നവരാണ്, ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ഒടുവില് ക്രിസ്തുവിൽ മരിക്കേണ്ടവരുമാണ്. മരണത്തെ എത്രത്തോളം ഭാരത്തോടും ഭയത്തോടും കാണാതിരിക്കുക. അല്പമായിട്ടാണേലും അനുവദിച്ചു കിട്ടുന്ന ആ ജീവിതത്തെ, വർത്തമാനകാലത്തെ ശരിക്കും ബോധത്തോടെ ജാഗ്രതയോടെ ഉപയോഗിക്കുക. ഈ രക്തസാക്ഷികളായ ഈ വിശുദ്ധ സഹോദരന്മാർ ഒരു കാവലാണ് ഭൂമിയിലെ എല്ലാ മക്കൾക്കും. നമുക്കൊക്കെ 100 വയസ്സ് തികഞ്ഞാലും എങ്ങനെ ചിന്തിച്ചാലും നമ്മൾ മക്കളാണ്, മാതാപിതാക്കളെ ഓർക്കുമ്പോൾ എങ്കിലും. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ മുഴുവൻ മക്കളുടെ കാവലാണ്. വരും തലമുറ പ്രകാശമുള്ള മക്കളായിട്ട്, ദിശാബോധമുള്ളവരായിട്ട് മാറാനും വളരാനും ഈ കുഞ്ഞു സഹോദരന്മാര് സഹായമായി മാറട്ടെ. ശരിക്കും പറഞ്ഞാല് അവർ ആർക്കു വേണ്ടി കൊല്ലപ്പെടുന്നെന്നോ എന്തിനു വേണ്ടി കൊല്ലപ്പെടുന്നെന്നോ പോലും നിശ്ചയമില്ലാതെ മരിക്കേണ്ടി വന്നവരാണ്. രക്തസാക്ഷികളുടെയൊക്കെ ആരംഭമാണ്. അതുകൊണ്ട് തന്നെ പ്രഥമ സ്ഥാനമാണ് ഇവർക്ക്. ആ ഒരു മഹാമധ്യസ്ഥതയിൽ നമുക്കും അഭയപ്പെടാം. ക്രിസ്തുയേശു പറഞ്ഞതുപോലെ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയാനായിട്ട്, ഏറെ ഫലം പുറപ്പെടുവിപ്പാനായിട്ട് നമ്മൾ ഓരോരുത്തരുടെയും ബാക്കി ജീവിതത്തെ ഏറ്റവും നന്നായി നമുക്ക് വിനിയോഗിക്കാം. ആമേൻ.